കടുത്തുരുത്തിയിൽ കോൺഗ്രസിനെ മോൻസ് വെട്ടിയപ്പോൾ കുറവിലങ്ങാട് ജോസഫ് ഗ്രൂപ്പിനെ മൊത്തം വെട്ടി കോൺഗ്രസ്. UDFിൽ കോൺഗ്രസും മോൻസുമായുള്ള ഭിന്നത രൂക്ഷം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം MLA മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസും കോൺഗ്രസുമായുള്ള ശീതയുദ്ധം രൂക്ഷമാകുന്നു. കടുത്തുരുത്തിയിൽ വർഷങ്ങളായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു കൊണ്ടിരുന്ന സ്ഥാനാർത്ഥിയെ സ്വന്തമായി സ്ഥാനാർത്ഥിയെ ലഭിക്കാത്ത മോൻസ് പാട്ടിലാക്കി. ഇത്തവണ അദ്ദേഹം ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിക്കും. കടുത്തുരുത്തിയിലെ കോൺഗ്രസിന്റെ തന്നെ ഗ്രൂപ്പ് കളിയിലെ ഒരു ബലിയാടാണ് നോബി മുണ്ടക്കിൽ എന്ന 19ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഈ തവണ മത്സരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ആണെന്നതാണ് പ്രത്യേകത. കഴിഞ്ഞ 4 തദ്ദേശ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച നോബി ഇത്തവണ കേരള കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നമായ ഓട്ടോറിക്ഷയിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് പലതരത്തിലുള്ള ചർച്ചകൾ മോൻസുമായി നടത്തിയിട്ടും വകവയ്ക്കാതെ നോബിയെ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയാണ് മോൻസ് ചെയ്തത്. കോൺഗ്രസിലെ പല നേതാക്കൾക്കും മോൻസിന്റെ കടുത്തുരുത്തി UDF കമ്മിറ്റിയിലുള്ള അപ്രമാദിത്വം താങ്ങാവുന്നതിലും അധികമാണെന്നുള്ള അഭിപ്രായമാണ്. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കുന്ന മോൻസ ഇത്രയ്ക്കും ആധിപത്യം UDF കമ്മിറ്റികളിൽ സ്ഥാപിക്കേണ്ട എന്ന നിലപാടിലാണ് കടുത്തുരുത്തിയിലെ കോൺഗ്രസ് നേതാക്കൾ. കടുത്തുരുത്തി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള പൊതു അഭിപ്രായം നിലനിൽക്കുന്നതിനിടെ മോൻസിന്റെ ഇടപെടലുകൾ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ ചർച്ച ആയിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം UDF മുന്നണിയിൽ ഇല്ലാത്ത കാലം കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട് എന്ന നിലപാടിലാണ് കടുത്തുരുത്തി കോൺഗ്രസ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ സ്വന്തം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച മോൻസിനോട് കടുത്ത എതിർപ്പിലാണ് കടുത്തുരുത്തിയിലെ കോൺഗ്രസുകാർ. എന്നാൽ ഇതിനു പകരം വീട്ടിലിരിക്കുകയാണ് കുറവിലങ്ങാട്ടെ കോൺഗ്രസുകാർ. UDFിന്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ബാനറിൽ നിന്നും ഫ്രാൻസിസ് ജോർജ് MP, മോൻസ് ജോസഫ് MLA തുടങ്ങിയ കേരള കോൺഗ്രസ് നേതാക്കളെ വെട്ടിനിരത്തി VD സതീശന്റെ ഫോട്ടോ മാത്രം വെക്കുകയായിരുന്നു. സ്വന്തമായി വീട് കയറാനും പോസ്റ്റർ ഒട്ടിക്കാനും ആളില്ലാത്ത ജോസഫ് വിഭാഗത്തെ ഒരു പരിധിയിൽ കൂടുതൽ പൊക്കണ്ട എന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഫലമായാണ് ജോസഫ് വിഭാഗം നേതാക്കളെ ബാനറിൽ നിന്നും ഒഴിവാക്കിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം, കാസർഗോഡ് ഉൾപ്പെടെ പല ജില്ലകളിലും കോൺഗ്രസിനെതിരായി റിബൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും തങ്ങൾക്ക് ലഭിക്കേണ്ട സീറ്റുകൾ കൈവശപ്പെടുത്തുകയും ചെയ്ത ജോസഫ് വിഭാഗത്തിന്റെ നടപടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ അതൃപ്തിയിലാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷനും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും കോൺഗ്രസ് മത്സരിക്കുന്നതിനാവശ്യപ്പെട്ടെങ്കിലും മോൻസ് ജോസഫ് അതിന് തയ്യാറാകാത്തത് കോൺഗ്രസും കേരള കോൺഗ്രസുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. മോൻസ് പലരുടെയും പുറകെ നടന്നെങ്കിലും ഓട്ടോറിക്ഷയിൽ മത്സരിക്കാൻ കുറവിലങ്ങാട് നിന്നും ആരെയും ലഭിക്കാത്തതുകൊണ്ട് ജില്ലയിലേക്ക് പാലായിൽ നിന്നും ജോസ് മോൻ മുണ്ടക്കനെയും കോഴ ബ്ലോക്കിലേക്ക് സ്വതന്ത്രനായി ബെന്നി കോച്ചേരിയെയും നിർത്തുകയായിരുന്നു. കോൺഗ്രസും മോൻസുമായുള്ള ശീതസമരം ഈ മേഖലയിൽ UDFിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.